രാത്രി വൈകിയും ചന്ദ്രശേഖരന് ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇത്ര പെട്ടെന്നുള്ള വേർപാട് നാട്ടുകാർക്ക് വിശ്വസിക്കാനായിട്ടില്ല. ആർക്കും ഒരു ഇതുമില്ല. എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ അവന് നല്ല സന്തോഷവും അവന് നല്ല സ്നേഹവുമാണ്. നമ്മുടെ ഒരു അംഗമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. അവിടെ ഒരു 10-20 വർഷത്തേക്കുള്ള ഇതിലൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ചെങ്ങന്നൂർ അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കാനായിട്ട് പോയത്. അവിടെ ചെന്ന് അതിനെ പെട്ടെന്ന് പഴിഞ്ഞു വീഴിയായിരുന്നു. വെട്ടിക്കാട് ചന്ദ്രശേഖരനെ മൈനാഗപ്പള്ളിയിൽ തന്നെ സംസ്കരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിയമപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡും വനവകുപ്പും ഇതിനെ എതിർത്തു. ഒടുവിൽ പോസ്റ്റ്മോർട്ടവും സംസ്കാരവും അഞ്ചലിലെ വനമേഖലയിൽ നടത്താമെന്ന ധാരണയിലെത്തി. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിലെ വെട്ടിക്കാട് ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നടക്കിരുത്തിയതാണ് ചന്ദ്രശേഖരനെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകൾ പ്രകാരം ആനയ്ക്ക് 57 വയസ്സുണ്ട്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കൊമ്പൻ ഇന്നലെ വൈകുന്നേരമാണ് ചരിഞ്ഞത്. രാവിലെ മുതൽ അവശനായിരുന്നു. എഴുന്നേൽപ്പിക്കാൻ പാപ്പാന്മാർ പലതവണ നോക്കിയിട്ടും നടന്നില്ല. ഒടുവിൽ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയ്ക്ക് വിശ്രമം നൽകാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഴുന്നള്ളത്തിന് വിട്ടു നൽകുകയായിരുന്നുവെന്ന് പരാതിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.